അപ്പം നമ്മുടെ ഇന്നത്തെ കഥക്ക് പ്രത്യേകിച്ച് ഇൻട്രോ വേണമെന്നൊന്നുമില്ലല്ലോ. ജെയ്സൺ ബോണിന്റെ 3-ാം ഭാഗം ഇടാൻ കുറച്ച് ലേഖായെന്നറിയാം. കാരണം വേറൊന്നുമില്ല, നബിദിനം, ഓണം എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നല്ലോ. അപ്പൊ അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളും അതിന്റെ ഒരു തിരക്കിലാണല്ലോ, കാണാൻ നിങ്ങൾക്കും സമയം വേണമല്ലോ. അതുകൊണ്ടാണ് മനഃപൂർവ്വം ലേഖാക്കിയത്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. അയ്യോ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാണ്ട്, അത് വിട്ടുപോയി. അതെന്തായാലും പറയണം, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. സംഭവം വേറൊന്നുമില്ല, ഈ 3rd പാർട്ട് കഴിഞ്ഞാൽ നേരെ 4th പാർട്ടാണ് ഇടുക. പക്ഷേ ഈ 3rd പാർട്ടിന്റെയും 4th പാർട്ടിന്റെ ഇടയിൽ ഒരു സ്പിൻ ഓഫ് ഉണ്ട്, ബോൺ ലെഗസി എന്ന് പറഞ്ഞിട്ട്. അതും ഈ ഒരു യൂണിവേഴ്സിൽ പെടുന്ന ഒരു സിനിമയാണ്. പക്ഷെ ജെയ്സൺ ബോണിന്റെ കഥയല്ല, ജെയ്സൺ ബോണിന്റെ യൂണിവേഴ്സിൽ നടക്കുന്ന മറ്റൊരു ഏജന്റിന്റെ കഥയാണ്. അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തത് എന്തായാലും 4th പാർട്ടാണ് ഇടുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജെയ്സൺ ബോൺ ലെഗസി ചെയ്യാം. പിന്നെ അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചെയ്യാനൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. റഷ്യ. പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന ബോൺ നെസ്കിയുടെ മകളെയും കണ്ട് സോറിയും പറഞ്ഞ് അവൻ ഓടാൻ ആരംഭിച്ചു. പോലീസുകാരാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ ജെയ്സൺ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്കാണ് പോകുന്നത്. കിറിലിന്റെ ബുള്ളറ്റ് അങ്ങേരുടെ മേൽ ഇപ്പോഴും ഉണ്ട്. എത്രയും വേഗം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. അങ്ങനെ മെഡിസിൻ എടുക്കുന്നു, ഓക്കെ ആവുന്നു. അപ്പോഴാണൊരു മെമ്മറി ട്രിഗർ ആവുന്നത്. വലിയൊരു സിറ്റി, അവിടെയുള്ളൊരു ഹോസ്പിറ്റൽ, തന്നെ ദ്രോഹിക്കുന്ന കുറച്ചാളുകൾ, അവരുടെ കൂട്ടത്തിൽ ഒരു ഡോക്ടറും ഉണ്ട്. ഇതെല്ലാം ഫ്ലാഷസ് പോലെയാണ് താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 6 ആഴ്ചകൾക്ക് ശേഷം, കറക്റ്റായിട്ട് പറഞ്ഞ കഴിഞ്ഞ സിനിമയുടെ ക്ലൈമാക്സിൽ പാമിന് ഫോൺ ചെയ്യുന്നൊരു രംഗമുണ്ട്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നെസ്കിയുടെ മകളോട് സോറിയും പറഞ്ഞ് 6 ആഴ്ചകൾക്ക് ശേഷമാണ് പാമിന് ചെയ്യുന്ന ഫോൺ കോൾ. ആ ഫോൺ കോൾ വരെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സാമുവലിന്റെ വോയിസ് റെക്കോർഡിംഗ് തന്റെ മേലുദ്യോഗസ്ഥർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ് പാം. ഇതാണ് ക്രൈമർ, CIA ഡയറക്ടർ. അയാൾ പറയാണ്, ഇതിപ്പോ പറഞ്ഞു പിടിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിനാണല്ലോടോ കുഴപ്പം. അല്ലടോ, ബോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ റഷ്യ ആയിരുന്നില്ലേ? യെസ് സർ. നെസ്കിയുടെ മകളെ കാണാനാ അവൻ അവസാനമായിട്ട് പോയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞ തന്റെ യഥാർത്ഥ ജീവിതം തേടിയുള്ള യാത്ര. അവൻ ആരാന്നും എന്താന്നും അവൻക്കറിയണം. തന്റെ ഓർമ്മയിലുള്ള പല കാര്യങ്ങൾക്കും ഒരു കൺക്ലൂഷൻ കിട്ടാനാ അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവനെ വെറുതെ വിട്ടൂടെ? സാധ്യമല്ല. എന്തൊക്കെ പറഞ്ഞാലും അയാളൊരു കൊലയാളിയാണ്, എക്സ്ട്രീംലി ഡേഞ്ചറസ്. സോ എത്രയും വേഗം കണ്ടെത്താൻ നോക്ക് സർ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ സാമുവലിന്റെ റെക്കോർഡിങ്സ് മാധ്യമങ്ങൾക്ക് കൊടുത്താൽ പോരെ? എന്തിനാണ് നമുക്ക് തന്നത്? ഇതൊക്കെ കേട്ടിട്ടും ക്രൈമർ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പാമിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ഈ സമയത്താണ് ഇറ്റലി കാണിക്കുന്നത്. റോസ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ജെയ്സനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ജെയ്സൺ ബോൺ ആരാന്നും എന്താന്നും കൃത്യമായിട്ട് അറിയുന്ന ഒരു സോഴ്സ് ഉണ്ട്. അതാണ് ഡാനിയൽ. ഈ ഡാനിയലിനെ മീറ്റ് ചെയ്യാനാ പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാരീസ് കാണിക്കുന്നത്. മെറിയുടെ സ്റ്റെപ്പ് ബ്രദർ ഇവിടെയാണ് താമസിക്കുന്നത്. മെറിയുടെ മരണവാർത്ത അറിയിക്കാനാ ജെയ്സൺ വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ബ്രദർ ആണെങ്കിൽ ആകെ തകർന്നില്ലാണ്ടാവുന്നു. ജെയ്സൺ, ഇനി എന്താ പ്ലാൻ? ഇതെല്ലാം തുടങ്ങി വെച്ചതാരാണോ അവരെ തീർക്കാൻ പോവുക ഞാൻ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പോകുന്നു. അങ്ങനെ റോസ് ലണ്ടനിലെത്തി. തന്റെ ബോസുമായിട്ടൊരു കോളിലാണ് റോസ്. സർ, നിങ്ങൾ ഈ ബ്ലാക്ക് ബ്രയർ എന്ന് കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ സോഴ്സിനറിയാം. ബ്ലാക്ക് ബ്രയർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ത്രെഡ് സ്റ്റോണിന് ശേഷം സാമുവൽ പുതിയൊരു പ്രോഗ്രാം ആരംഭിച്ചിരുന്നു. അതിന്റെ പേരാണ് ബ്ലാക്ക് ബ്രയർ. ഇവൻ ഈ വാക്ക് ഉച്ചരിച്ചതും CIA സബ്സ്റ്റേഷനിലോട്ട് ഒരു അലേർട്ട് പോകുന്നു. ബ്ലാക്ക് ബ്രയർ എന്ന പ്രോഗ്രാം അത്രയും ക്ലാസിഫൈഡ് ആണ്. ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഫോണിൽ സംസാരിച്ചാൽ അത് CIA അറിയും. അതിനെക്കുറിച്ച് കുറെ സംസാരിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക് ബ്രയർ എന്ന് പറഞ്ഞാൽ മതി. സോ CIA റോസിന്റെ പിന്നാലെ പോകുന്നു. ഇതാണ് CIA ഡീപ് കവർ ആന്റി ടെററിസം ബ്യൂറോ. ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രയും ക്ലാസിഫൈഡ് ആയിട്ടുള്ള മിഷൻസ് എല്ലാം ഇവിടെ വെച്ചിട്ടാണ് അരങ്ങേറുക. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഹെഡ്, നോഹ. നോഹക്കറിയണം ആരാണ് റോസിന്റെ സോഴ്സ് എന്നുള്ളത്. റോസിനെ പിടിക്കാൻ എളുപ്പമാണ്, എപ്പോൾ വേണേലും കൈകാര്യം ചെയ്യാം. പക്ഷെ സോഴ്സായ ഡാനിയലിനെ പിടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. അതുകൊണ്ട് രഹസ്യമായിട്ട് റോസിനെ ഫോളോ ചെയ്യാനാ നോഹ പറയുന്നത്. റോസിന്റെ ഫോണ്, കാറ്, വീട്, ഡോക്യുമെന്റ്സ്, ക്രെഡിറ്റ്, ഡെബിറ്റ് എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനാ പുള്ളിക്കാരൻ പറയുന്നത്. ഇതേ സമയം ജെയ്സൺ ലണ്ടനിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പത്രം വായിക്കുന്നത്. അതിനകത്തൊരു ന്യൂസ് ഉണ്ട്. ജെയ്സൺ ബോൺ എന്ന അസാസിനെ കുറിച്ചും ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ട മെറിയെക്കുറിച്ചും. റോസാണ് ഈ ന്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പത്രവാർത്ത കണ്ടതും മെറിയെക്കുറിച്ച് ആലോചിക്കുകയാണ് ജെയ്സൺ. ആൻഡ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും. ഒരു ഡോക്ടർ, ഹോസ്പിറ്റൽ, ആരൊക്കെയോ ചേർന്ന് ജെയ്സനെ വെള്ളത്തിൽ മുക്കി ടോർച്ചർ ചെയ്യുന്നു. ഇതൊക്കെയാണ് തന്റെ മൈൻഡിലോട്ട് വരുന്ന ദൃശ്യങ്ങൾ. എന്തായാലും ജെയ്സൺ ഈ വാർത്ത കണ്ടതും ഒരു കാര്യം ഉറപ്പിച്ചു. റോസിനെ കണ്ടെത്തുക, ചോദ്യം ചെയ്യുക.
ഇവിടെ നോഹയും കൂട്ടരും ആണെങ്കിൽ റോസിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ റോസ് പതിവ് പോലെ ജോലിക്ക് പോകുന്നു. അപ്പോഴാണ് അങ്ങേർക്കൊരു കോള് വരുന്നത്. അതും സ്വന്തം ഫോണിലേക്കല്ല, ഇവിടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്റ്റാഫിൻ്റെ ക്യാബിനിലോട്ടാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നോഹയ്ക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആൻഡ് വിളിക്കുന്നത് ജെയ്സനാണ്. ഹലോ റോസ്, തൻ്റെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. എന്നെക്കുറിച്ചാണ് നീ എഴുതിയിരിക്കുന്നത്. എനിക്ക് തന്നെ ഒന്ന് കാണണമല്ലോ. വാട്ടർലൂ സ്റ്റേഷൻ, സൗത്ത് എൻട്രൻസ്. അടുത്ത 30 മിനിറ്റിനുള്ളിൽ നീ അങ്ങോട്ട് വാ. ഇത് കേട്ടേക്ക് റോസ് ആണെങ്കിൽ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ നോഹ എത്രയും വേഗം ഫോളോ ചെയ്യാൻ പറയുന്നു. അങ്ങേർക്ക് ഭ്രാന്ത് കയറുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഫോണും ബഗ് ചെയ്ത് സോഴ്സിനെ കണ്ടെത്താൻ വേണ്ടി റെഡിയായപ്പോൾ കോള് വന്നിരിക്കുന്നത് മറ്റൊരു ഫോണിലേക്ക്. ജെയ്സൺ അറിയാം സ്വന്തം ഫോണിലേക്ക് വിളിക്കുന്നത് അത്ര സേഫ് അല്ലാന്ന്. അങ്ങനെ അവർ ഫോളോ ചെയ്യുന്നു. വലിയൊരു ഓഡിയോ സിസ്റ്റം കൊണ്ടാണ് റോസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അയാളുടെ മുമ്പിൽ വെച്ച് റോസ് എന്തേലും പറഞ്ഞാൽ അയാൾക്കത് കേൾക്കാൻ സാധിക്കും. അങ്ങനെ റോസ് ടാക്സി പിടിക്കുന്നു. വാട്ടർലൂ സ്റ്റേഷൻ ഡെസ്റ്റിനേഷനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഓഡിയോ സിസ്റ്റം അടുത്തായതുകൊണ്ട് അവരറിയുന്നു, അങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ നോഹ ഒരു അസാസിനാണ് മെസ്സേജ് അയക്കുന്നത്. അതായത് ജെയ്സൺ ബോണിനെ പോലെയുള്ള മറ്റൊരു ഏജന്റ്. റോസിനെ കൊല്ലാനാണ് ഈ ഏജന്റിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ സമയത്താണ് വാട്ടർലൂ സ്റ്റേഷൻ കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ക്യാമറയുണ്ട്. എന്നാൽ എവിടെയൊക്കെ ക്യാമറ ഉണ്ട് എന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് ജെയ്സൺ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കാന്ന് മാത്രമല്ല, ഒരു ക്യാമറയിലും പെടാണ്ട് ഒരു പ്രീപെയ്ഡ് ഫോൺ വാങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോസ് എത്തുന്നത്. എന്നാൽ അയാളുടെ പിന്നാലെ തന്നെയുണ്ട് CIA. അതും പല രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട്. കാറിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരുത്തൻ മേളിലിരുന്ന് വീഡിയോ എടുക്കുന്നു. വേറെ ടീം കാറിനകത്ത് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ധാരാളം ഓഫീസർമാരാണ് അങ്ങോട്ട് വരുന്നത്. ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോൺ. അങ്ങനെ ബോൺ നൈസായിട്ട് പുള്ളിക്കാരൻ്റെ പോക്കറ്റിലേക്ക് ആ പ്രീപെയ്ഡ് ഫോൺ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് കോൾ ചെയ്യുന്നു. റോസ്, തൻ്റെ ചുറ്റിനും CIA ഉണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നും പറഞ്ഞ് നിർദ്ദേശങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നോഹക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. വേറെ ഫോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കേൾക്കാനും പറ്റുന്നില്ല. അങ്ങനെ ജെയ്സൺ ഓരോ നിർദ്ദേശങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. റോസിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒരു നീല ഹുഡിയിട്ട ആളുണ്ട്. അയാളുടെ തൊട്ടടുത്ത് പോയിട്ട് നിൽക്കാനാ പറയുന്നത്. റോസാണേലോ വേഗം തന്നെ അങ്ങനെ ചെയ്യുന്നു. അപ്പോഴാണ് ജെയ്സൺ തിരിഞ്ഞു നിൽക്കാൻ പറയുന്നത്. ഇത് കണ്ടേക്ക് CIA ആ നീല ഹുഡിയിട്ട ചെറുക്കനെയാണ് സംശയിക്കുന്നത്. കാരണം ഇവരുടെ നൃത്തം കണ്ട എന്തോ സീക്രട്ട് പറയുന്നത് പോലെയാണ് തോന്നുക. സോ അങ്ങേരാണ് സോഴ്സ് എന്നും കരുതിയിട്ടാണ് നോഹ നിൽക്കുന്നത്. അങ്ങനെ ജെയ്സൺ പറയാണ്, ഒരു ബസ് അങ്ങോട്ട് വരുന്നുണ്ട്. അത് നിർത്തിയാലുടൻ അതിൻ്റെ മറവിൽ അകത്ത് കടക്കണം. അങ്ങനെ ബസ് വരുന്നു, നിർത്തുന്നു. ഈ ബസ് വന്നതോടുകൂടെ CIAക്ക് വിഷ്വൽ കിട്ടുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, മയക്കാനുള്ള മരുന്നും കൊണ്ടാണ് നോഹയുടെ ആൾക്കാർ വരുന്നത്. ഇവർ വേഗം തന്നെ ബസ്സും നിർത്തിച്ച് ആ നീല ഹുഡിയിട്ട ആളെ മയക്കുന്നു, കൊണ്ടുപോകുന്നു. ഇത് കണ്ടേക്ക് റോസാണെങ്കിൽ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. അതെങ്ങാനും റോസാണേലോ തീർന്നില്ലേ. ഇതിൻ്റെ ഇടയിലാണ് ജെയ്സൺ മേളിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നത്. സോ നോഹക്ക് ഒരു കോണ്ടാക്റ്റും കൂടെ കട്ടായി. ആ സമയത്താണ് ഏജന്റ് അങ്ങോട്ടെത്തുന്നത്. ഇവിടെ റോസാണെങ്കിൽ അകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടതാ ജെയ്സൺ വരുന്നു. എടോ, തൻ്റെ സോഴ്സിൻ്റെ പേരെന്താ? സോറി, എനിക്കത് പുറത്ത് പറയാൻ പറ്റില്ല. അല്ല, എൻ്റെ പുറകെ വരുന്നതൊക്കെ ആരാ? എടോ, തൻ്റെ ഈ സോഴ്സ് ത്രെഡ് സ്റ്റോണിൻ്റെ അകത്തുള്ള ആളല്ലേ? അല്ല, ത്രെഡ് സ്റ്റോൺ അല്ല, ഇത് ബ്ലാക്ക് ബ്രയർ ആണ്. ബ്ലാക്ക് ബ്രയർ ത്രെഡ് സ്റ്റോൺ എന്ന പ്രോഗ്രാമിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ. അതാണ് ബ്ലാക്ക് ബ്രയർ. ജെയ്സൺ, എൻ്റെ സോഴ്സ് പറയുന്നതനുസരിച്ച് താനാണ് ഫസ്റ്റ് ഏജന്റ്. നിന്നിലൂടെയാണ് അവരെല്ലാ എക്സ്പെരിമെൻറ്റും നടത്തിയിരിക്കുന്നത്. ഇത് കേട്ടേക്ക് ബോണാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് CIA വരുന്നത്. അവരാകെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടേക്ക് ജെയ്സൺ കോള് കട്ട് ചെയ്യണ്ടെന്നും പറഞ്ഞ് റോസിനെ മറ്റൊരു വഴിയിലേക്ക് പറഞ്ഞയക്കുന്നു. ഒപ്പം പോവാന്ന് പറയുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇവിടെ നോഹയും കൂട്ടരുമാണെങ്കിൽ ആ സ്റ്റേഷനകത്തുള്ള എൻ്റെയർ CCTV ഫൂട്ടേജ് എടുക്കുന്നു. പക്ഷെ എന്നിട്ടും റോസിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം ക്യാമറകളില്ലാത്ത വഴിയിലൂടെയാണ് ജെയ്സൺ അവനെ പറഞ്ഞേക്കുന്നത്. വലിയൊരു ക്രൗഡാണ് അവിടെ. അങ്ങനെ അങ്ങോട്ടതാ CIA വരുന്നു. ഇത് കണ്ടേക്ക് ജെയ്സൺ കുനിഞ്ഞിരുന്ന് ഷൂലേസ് കെട്ടുന്നതായിട്ട് അഭിനയിക്കാനാ പറയുന്നത്. അത്രയും ക്രൗഡാണല്ലോ. അതുകൊണ്ട് CIAക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ജെയ്സൺ റോസിനോട് മുന്നോട്ട് നടക്കാൻ പറയുന്നു. അതും നേരെയാണ് നടക്കാൻ പറയുന്നത്. ആ ലൈനെങ്ങാനും തെറ്റിച്ച ചിലപ്പോൾ പണി കിട്ടും. അങ്ങനെ ഈ സമയത്താണ് സ്റ്റേഷൻ വൃത്തിയാക്കുന്ന ആള് റോസിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നത്. അയാൾ CIA ഒന്നുമല്ല. എന്നാൽ റോസ് എല്ലാം സംശയത്തിൻ്റെ കണ്ണിലാണ് കാണുന്നത്. ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ലൈൻ പുള്ളിക്കാരൻ തെറ്റിക്കുന്നു.
വേണ്ടാ വേണ്ടാന്നൊരു 100 പ്രാവശ്യം പറയാണ് ജെയ്സൺ. പക്ഷെ ആര് കേൾക്കാൻ? എന്തായാലും ഇതോടുകൂടെ CCTVയിൽ നല്ല രീതിയിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ, എല്ലാം കൂടെ പിന്നാലെ വരുന്നു. അങ്ങനെ ജെയ്സൺ തൊട്ടടുത്തുള്ള ലിക്കർ ഷോപ്പിന്റെ പുറകിലോട്ടാണ് പോവാൻ പറയുന്നത്. സോ പോകുന്നു. പക്ഷെ CIA പിന്നാലെ തന്നെയുണ്ട്. ആ ലിക്കർ ഷോപ്പിന്റെ പുറകിലായിട്ടൊരു മറയുണ്ട്. ഈ ഓഫീസർമാരെ അങ്ങോട്ട് എത്തിക്കാനാ ജെയ്സന്റെ പ്ലാൻ. എത്തിക്കാന്ന് മാത്രമല്ല, അടിയോടടിയാണ്. ഒരു ഗംഭീര ഫൈറ്റാണ് കാഴ്ചവെക്കുന്നത്. ഗണ്ണെടുക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നാൽ പിന്നീടാണ് ജെയ്സൺ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു ക്യാമറയുണ്ട്. നോഹ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഫൈറ്റൊക്കെ കണ്ട് കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, റോസിന്റെ സോഴ്സ് ജെയ്സൺ ബോണാന്നാ പുള്ളിക്കാരൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ജെയ്സനെയും റോസിനെയും കൊല്ലാൻ വേണ്ടി ഏജന്റിന് ഓർഡർ കൊടുക്കുന്നു. അയാളാണെങ്കിൽ സ്നൈപ്പറും കൊണ്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. അങ്ങനെ ജെയ്സൺ പറയാണ്, നീ തൽക്കാലം ഇവിടെ തന്നെ ഇരിക്കി, ഞാൻ പുറത്തു പോയിട്ട് സേഫ് ആണോ നോക്കട്ടെ. അങ്ങനെ ജെയ്സൺ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് നോഹ ക്യാമറകളെല്ലാം കട്ട് ചെയ്യാൻ പറയുന്നത്. റോസിൻ്റെയും ബോണിൻ്റെയും മേർഡറാണ് നടക്കാൻ പോകുന്നത്. സോ ക്യാമറകൾ ഓഫ് ചെയ്തേ പറ്റുള്ളൂ. ഈ ക്യാമറയുടെ കാര്യം കണ്ട് ജെയ്സന് വല്ലാതെ പന്തികേട് ഫീൽ ചെയ്യുന്നു. റോസാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ജെയ്സൺ കൊടുത്ത നിർദ്ദേശം കേൾക്കാണ്ട് പേടിച്ചിട്ട് വെപ്രാളത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് റോസ്. പിന്നെ പറയണ്ടല്ലോ, ഏജന്റ് ഷൂട്ട് ചെയ്യുന്നു, കൊല്ലുന്നു. ഇത് കണ്ടേക്ക് നാട്ടുകാരാണെങ്കിൽ വല്ലാണ്ട് പാനിക് ആവുന്നു. വലിയൊരു ക്രൗഡാണ്. അതിൻ്റെ ഇടയിലാണ് ജെയ്സൺ നിൽക്കുന്നത്. സോ കൊല്ലാൻ സാധിക്കുന്നില്ല. പക്ഷെ ജെയ്സൺ ഏജന്റിനെ കണ്ടിട്ടുണ്ട്. അവനെ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് റോസിന്റെ പോക്കറ്റിൽ നിന്ന് എല്ലാ നോട്ട്സും എടുക്കുന്നു. ഏജന്റിന്റെ പിന്നാലെ പോകുന്നു. എന്നാൽ യാതൊരു രക്ഷയില്ല. ട്രെയിനും കയറി പുള്ളിക്കാരൻ സേഫായി. ഇതൊക്കെ കാണുമ്പോൾ ജെയ്സൺ ആണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. ഈ സമയത്താണ് നോഹ ക്രൈമറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ക്രൈമർ പാമിനെയും കോണ്ടാക്ട് ചെയ്യുന്നു. ഈ മിഷനിൽ എത്രയും വേഗം ജോയിൻ ചെയ്യാനാ പാമിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അങ്ങനെ ജെയ്സൺ റോസിന്റെ നോട്ടുകളെല്ലാം പരിശോധിക്കുന്നു. ബ്ലാക്ക് ബ്രയർ, ത്രെഡ് സ്റ്റോൺ, ജെയ്സൺ ബോൺ എന്ന് വേണ്ട സകലമാന കാര്യങ്ങളെക്കുറിച്ചും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഫിനാൻഷ്യൽ ഫേമിന്റെ പേര് കാണുന്നത്. ഇത് കണ്ടേക്ക് ജെയ്സൺ സെർച്ച് ചെയ്യുന്നു, അഡ്രസ്സ് എടുക്കുന്നു. സ്പെയിനിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതേ സ്പെയിനിലാണ് റോസിന്റെ സോഴ്സായ സാക്ഷാൽ ഡാനിയൽ ഉള്ളത്. റോസിന്റെ മരണവാർത്തയാണ് പുള്ളിക്കാരൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നങ്ങേരൊന്നും നോക്കിയില്ല. തന്റെ കയ്യിലിരിക്കുന്ന ടോപ്പ് സീക്രട്ട് ഫയലുമായിട്ട് മറ്റേതോ സ്ഥലത്തോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാം ക്രൈമറിന്റെ നിർദ്ദേശപ്രകാരം നോഹയുടെ ഓപ്പറേഷനിൽ ജോയിൻ ചെയ്യുന്നത്. എന്നാൽ അവൾക്കൊട്ടും താല്പര്യമില്ല. ഒരു റിപ്പോർട്ടറിനെയാണ് കൊന്നു തള്ളിയിരിക്കുന്നത്. പിടിക്കുക, ചോദ്യം ചെയ്യുക, അതാണ് പാമിന്റെ രീതി, അല്ലാതെ കൊല്ലലല്ല. അതുകൊണ്ടൊട്ടും താല്പര്യമില്ല. പക്ഷെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? സോ ജോയിൻ ചെയ്യുന്നു. അവൾ ഇത്രയും കാലം വർക്ക് ചെയ്തിരുന്ന ടീമല്ല നോഹക്കുള്ളത്. ഇവർക്കാർക്കും ജെയ്സൺ ബോണിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അങ്ങനെ പാം പറയാണ്, ഗായ്സ്, നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പോകുന്ന ടഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. അവൻക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ദാറ്റ് ഈസ് ജെയ്സൺ ബോൺ എന്നും പറഞ്ഞ് ട്രാക്കിംഗ് ആരംഭിക്കുന്നു. ഇവിടെ ജെയ്സൺ ആണെങ്കിൽ സ്പെയിനിൽ എത്തിയിട്ടുണ്ട്. അതും ആ ഫിനാൻഷ്യൽ ഫേമിലോട്ട്. പക്ഷേ അതൊരു അപ്പാർട്ട്മെന്റ് സെറ്റപ്പാണ്. സോ ഇതൊരു ഫിക്ഷണൽ ഫേം മാത്രമാണ്. അതിന്റെ മറവിൽ മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ട്. അങ്ങനെ ജെയ്സൺ കുറെ ബെല്ലടിക്കുന്നു. പക്ഷെ ആരും വാതിൽ തുറക്കുന്നില്ല. അപ്പോഴാണ് പോലീസുകാർ വരുന്നത്. ഇത് കണ്ട ജെയ്സൺ മെല്ലെ അവിടെ നിന്ന് മാറുന്നു. ഇതേ സമയം പാമിനെയാണ് കാണിക്കുന്നത്. റോസിന്റെ ഇമെയിൽ അക്കൗണ്ട് അവര് ഹാക്ക് ചെയ്തു. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം കഴിഞ്ഞ ദിവസം റോസ് ഇറ്റലി വരെ പോയിട്ടുണ്ട്. ഇത് കേട്ടേക്ക് പാമിന് മനസ്സിലായി ഇവര് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സോഴ്സ് ജെയ്സൺ അല്ലാന്ന്. കാരണം ഇറ്റലിയിൽ നിന്ന് വന്നപാട് ബ്ലാക്ക് ബ്രയറിനെ കുറിച്ച് തന്റെ ബോസിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സോഴ്സിനെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ആ സോഴ്സ് ബോൺ ആണെങ്കിൽ ഓൾറെഡി സോഴ്സിനെ കണ്ട് സംസാരിച്ച ആള് വാട്ടർലൂല് പോയിട്ട് പിന്നെയും സോഴ്സിനെ കാണില്ലല്ലോ. ചുരുക്കി പറഞ്ഞ ബോണല്ല എന്നർത്ഥം. അങ്ങനെ ഈ സമയത്താണ് നോഹ ഇറ്റലിയിൽ റോസ് പോയിട്ടുള്ള ലൊക്കേഷനിലെ ഫോണുകളെല്ലാം ട്രാക്ക് ചെയ്യാൻ പറയുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് പാമിന് നന്നായിട്ടറിയാം. ബ്ലാക്ക് ബ്രയർ എന്ന അത്രയും ക്ലാസിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ സോഴ്സ് എന്തായാലും CIA വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. ഗവൺമെന്റ് ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുന്ന രാജ്യദ്രോഹമാണ്. ഇതെല്ലാം അറിയുന്ന സോഴ്സ് ഫോൺ സ്വിച്ച് ഓൺ ആക്കി വെക്കോ? ഒരിക്കലുമില്ല. സോ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഫോണുകളുടെ ഡീറ്റെയിൽസ് എടുക്കാനാ പാം പറയുന്നത്. അങ്ങനെ എടുക്കുന്നു. 3 പേരുകളാണുള്ളത്. ഈ പേരുകൾ റോസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ബോർഡുമായിട്ട് വല്ല ബന്ധമുണ്ടാന്ന് നോക്കുന്നു. അപ്പോഴാണ് ഒരു ഇനീഷ്യൽ കാണുന്നത്. ND, നീൽ ഡാനിയൽസ്. അതായത് ഡാനിയൽ. പുള്ളിക്കാരൻ സ്പെയിനിലെ സ്റ്റേഷൻ ചീഫാണ്. പാമാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. അവളുടെ കാലിബർ എന്താന്ന് നോഹയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ നോഹ പറയാണ്, ഹെവി ആയിട്ടുള്ള കുറച്ച് ഏജന്റുമാരെ ഡാനിയലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അയക്ക്. നോഹ
ഡാനിയലിനെ പിടിക്കാൻ എന്തിനാ ഇത്രയും ഹെവി ആയിട്ടുള്ള ആൾക്കാർ? സോഴ്സ് ബോൺ അല്ല എന്നുണ്ടെങ്കിൽ ആ സോഴ്സിനെയും തേടി ബോൺ വരാതിരിക്കില്ല. സോ ഈ ഏജന്റുമാര് ഡാനിയലിന് വേണ്ടിയിട്ടല്ല, ബോണിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ രാത്രിയായി. ഡാനിയലിന്റെ ബിൽഡിങ്ങിലേക്ക് കയറുകയാണ് ജെയ്സൺ. എന്നാൽ അവിടെയാണെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. അപ്പോഴാണ് പുള്ളിക്കാരനൊരു ഫോട്ടോ കിട്ടുന്നത്. അതും അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലെ അതേ ഡോക്ടറുടെ ഫോട്ടോ. അവനെ ടോർച്ചർ ചെയ്യുന്ന ഓർമ്മകളാണ് അവന്റെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നോഹ പറഞ്ഞയച്ച ആളുകൾ അങ്ങോട്ടെത്തുന്നത്. ഇത് കണ്ടേക്ക് ബോൺ ടേബിൾ ഫാന്റെ മേളിൽ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്. ചെയ്യാന്ന് മാത്രമല്ല, ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ഏജന്റുമാരകത്ത് കയറുന്നു. അവിടെയുള്ള സേഫ് അടക്കം കാലിയാണ്. ഡാനിയൽ ഇവിടുന്ന് സ്ഥലം വിട്ടു എന്നുള്ളത് നോഹക്ക് മനസ്സിലായി. അപ്പോഴാണ് ഒരു ഡോറിന്റെ അടിയിലായിട്ട് വെളിച്ചം കാണുന്നത്. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് പോലെ. ഇത് കണ്ടേക്ക് ഇവന്മാരാണെങ്കിൽ പടാന്നാണ് പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. എന്നാൽ അതാ ടേബിൾ ഫാൻ ആയിരുന്നു. അതിന്റെ മേളിലൊരു ലൈറ്റും വെച്ച് നൈസായിട്ട് അങ്ങ് പറ്റിച്ചു. അതായത് ഒരു ഡിസ്ട്രാക്ഷൻ. അങ്ങനെ ബോൺ വന്നവന്മാരുടെ അണ്ടം കലക്കുന്നു. ഇത് കണ്ടേക്ക് നോഹ ബാക്കപ്പ് ടീമിനെ അറേഞ്ച് ചെയ്യാനാ പറയുന്നത്. അപ്പോഴാണ് ബിൽഡിങ്ങിലേക്ക് വേറൊരുത്തൻ വരുന്നത്. ഇത് കണ്ടേക്ക് ജെയ്സൺ ഗണ്ണെടുക്കുന്നു. എന്നാൽ ഒരുത്തനല്ല, ഒരുത്തിയാണ് വരുന്നത്. അതും നിക്കി. എടോ താനെന്താ ഇവിടെ? ബെർലിനിലെ സംഭവത്തിന് ശേഷം എന്നെ ഇങ്ങോട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു CIA ബിൽഡിംഗ് ആണ്, അപ്പാർട്ട്മെന്റ് ഒന്നുമില്ല. ഈ ഒരു കറക്റ്റ് സമയത്താണ് അവിടെയുള്ള ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നത്. വിളിക്കുന്നത് നോഹയാണ്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ നിക്കിയാണ്. ഇത് കേട്ടേക്ക് പാമാണെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നോഹ പറയാണ്, നിക്കി, ആ ബിൽഡിങ്ങിനകത്ത് ആരെങ്കിലും ഉണ്ടോ? 2 ഓഫീസർമാർ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. അല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. ഇവളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ പാമിന് ഒരു കാര്യം മനസ്സിലായി. നിക്കിയുടെ കൂടെ തന്നെയുണ്ട് ബോൺ. അങ്ങനെ പാം സംസാരിക്കാൻ തുടങ്ങുന്നു. ഹലോ നിക്കി, ഇത് ഞാനാ പാം. ഞങ്ങളിവിടെ ജെയ്സൺ ബോണിനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അല്ല പാം, ആ കേസ് ഇതുവരെ ക്ലോസ് ചെയ്തില്ലേ? ഞാൻ ആ കേസ് വിട്ടതാ. പക്ഷെ വേറെ ചിലർ അവനെ ഹണ്ട് ചെയ്യാൻ നോക്കുക. ഇത് കേട്ടേക്ക് നോഹ അപ്പം തന്നെ ആ കോളങ്ങ് മ്യൂട്ടാക്കുന്നു. പാമിനറിയാം അവിടെ ജെയ്സൺ ബോണുള്ള കാര്യം. താൻ അവൻ്റെ കൂടെയാന്ന് അറിയിക്കാനാ അവൾ അങ്ങനെ ഒരു വർത്താനം പറയുന്നത്. അതായത് ഒരു മെസ്സേജ് കൊടുക്കുന്നത് പോലെ. എടോ താൻ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ അവനക്കൊരു മെസ്സേജ് കൊടുത്തതാ സർ. ഇത് കേട്ടേക്ക് നോഹക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. അങ്ങനെ നോഹ നിക്കിയുമായിട്ട് സംസാരിക്കുന്നു. നിക്കി, അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അവിടെ ബാക്കപ്പ് ടീം എത്തും. നീ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി. ഓക്കെ സർ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. എന്നാൽ നിക്കിക്കും അറിയാം, ജെയ്സനും അറിയാം, 1 മണിക്കൂറല്ല, ഏകദേശം 3 മിനിറ്റിലാണ് ബാക്കപ്പ് ടീം എത്തുക എന്നുള്ളത്. സോ എത്രയും വേഗം പുറത്തു കടക്കുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് പോലീസിനെ വിളിക്കുന്നു. എന്നിട്ട് പറയാണ്, ഇവിടെ വലിയൊരു ഗൺഷോട്ടിന്റെ ശബ്ദം കേട്ടു, 2 പേര് ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം അവരെ വിശ്വസിപ്പിക്കാനായിട്ട് 2 റൗണ്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, പോലീസുകാരും കൂടെ അങ്ങോട്ട് വരുന്നു. അങ്ങനെ ബാക്കപ്പ് ടീം എത്തി. ജെയ്സനെ കൊല്ലാൻ വേണ്ടി ഗണ്ണെടുക്കുകയാണ് അവര്. പക്ഷെ യാതൊരു കാര്യമില്ല. പോലീസുകാർ വരുന്നു, അവരാരാന്നറിയാണ്ട് അറസ്റ്റ് ചെയ്യുന്നു. ഇതേസമയം നിക്കി ആൻഡ് ബോൺ ടാഞ്ചിയർ എന്ന സ്ഥലത്തോട്ടാണ് യാത്ര തിരിക്കുന്നത്. നിക്കി കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം ഡാനിയൽ $1,00,000 ടാഞ്ചിയർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അയച്ചിട്ടുള്ളത്. സോ അങ്ങോട്ട് പോകുന്നു. ഇതേസമയം പാമിനെയാണ് കാണിക്കുന്നത്. നോഹ, എന്താണ് ബ്ലാക്ക് ബ്രയർ? ഡാനിയലിൻ്റെ കയ്യിൽ എന്ത് സോഴ്സാണുള്ളത്? തനിക്ക് ഉത്തരം പറയാൻ സൗകര്യമില്ലെങ്കിൽ ഞാൻ ക്രേമറിനോട് ചോദിച്ചോളാം. എടോ, ബ്ലാക്ക് ബ്രയർ എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ CIA ബ്ലാക്ക് ഓപ്സ് പ്രോഗ്രാമാണ്. സത്യം പറഞ്ഞ ത്രെഡ് സ്റ്റോൺ പ്രോജക്റ്റിന്റെ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഹൈടെക് അപ്ഗ്രേഡ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആരെയും പുറത്തറിയിച്ചാൽ അവരെ കൊന്നുകളയും. അതിനുവേണ്ടി ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള അസാസിൻസിനെയാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. മോർ ലൈക്ക് ജെയ്സൺ ബോൺ. ജെയ്സൺ എന്തിനാ ഡാനിയലിന്റെ പിന്നാലെ പോകുന്നത്? അതിന് മാത്രം അയാളുടെ എന്താണുള്ളത്? സദേൺ യൂറോപ്പിലും നോർത്ത് ആഫ്രിക്കയിലും അങ്ങേരാണ് ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നത്. പേരുകൾ, സ്ഥലങ്ങൾ, ഡേറ്റ്, എബ്രോഡിലെ ഇൻഫോർമേഷൻ എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും അങ്ങേരുടെ കയ്യിലുണ്ട്. ബോണിനെ പോലെയുള്ള ഒരു കൊലയാളിക്ക് അങ്ങനെ ഒരു സാധനം കയ്യിൽ കിട്ടിയാൽ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. ഇത് കേട്ടേക്ക് പാം പറയാണ്, ജെയ്സൺ ബോണിനെ എനിക്ക് വിശ്വാസമാണ് സാർ. ഇത് കേട്ടേക്ക് അങ്ങേർക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയ്സനും നിക്കിയും കൂടെ ഫുഡ് കഴിക്കാൻ കയറുന്നത്. താൻ എന്തിനാ തിരിച്ചു വന്നത്? എന്തിനാ ഡാനിയലിനെ അന്വേഷിക്കുന്നത്? ഇത് കേട്ടേക്ക് ജെയ്സൺ ഡാനിയലിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ മറ്റേ ഫോട്ടോ ഉണ്ടല്ലോ, അതങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അതിനകത്ത് ഡാനിയലും ഉണ്ട്, ഇവന്റെ ഓർമ്മയിലുള്ള ആ ഡോക്ടറും ഉണ്ട്. സോ ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഡാനിയലിനെ പിടിച്ച് ചോദ്യം ചെയ്താൽ ഇയാൾ എവിടെയുണ്ടെന്ന് അറിയാൻ പറ്റും. ആൻഡ് ഡോക്ടറിനെ നേരിട്ട് കണ്ടാൽ ജെയ്സൺ ബോൺ ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. അതുമാത്രമല്ല, ഇതെല്ലാം തുടങ്ങി വെച്ചവരെ കൊല്ലാനും പറ്റും. ഡാനിയൽ പറയുന്നതനുസരിച്ച് ട്രെയിനിങ് വാസ് എക്സ്പെരിമെന്റൽ, ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ. ഓരോ ഏജന്റുമാരെയും ഓപ്പറേഷണൽ ആക്കുന്നതിന് മുമ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ആൻഡ്
താനാണ് അവരുടെ ഫസ്റ്റ് ഏജന്റ്. നീ എന്തിനാ എന്നെ സഹായിക്കുന്നത്? നിനക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ലാലേ? നോ. ഇത് കേട്ടേക്ക് ഇവളുടെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ട്. അതിനർത്ഥം ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. മേ ബി ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ എന്തു ആവാം. ഈ സമയത്താണ് പോലീസുകാർ വരുന്നത്. സോ ഇവർ നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുന്നു. ഇതേ സമയം CIA ഡാനിയലിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. വില്ലെന്ന് പറയുന്നൊരു ഓഫീസറുണ്ട്. അങ്ങേർക്ക് നോഹയേക്കാൾ വിശ്വാസം പാമിനെയാണ്. അതുകൊണ്ട് നോഹയെ അറിയിക്കുന്നതിന് മുമ്പ് പാമിനെയാണ് അറിയിക്കുന്നത്. പക്ഷെ നോഹ ഓൾറെഡി അറിഞ്ഞിട്ടാണിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഡാനിയലിനെ തീർക്കാന് നോഹയുടെ പ്ലാൻ. ഇത് മനസ്സിലാക്കിയ പാം വേഗം തന്നെ ക്രൈമറിനെ വിളിക്കുന്നു. എന്നാൽ യാതൊരു കാര്യമില്ല. ഞാനൊരു മീറ്റിങ്ങിലാന്നും പറഞ്ഞ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുന്നു. ചുരുക്കി പറഞ്ഞ അങ്ങേർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നർത്ഥം. ആൻഡ് ഡാനിയലിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ സീക്രട്ട് ഫയൽ നോഹയുടെ ലോക്കറിലുമുണ്ട്. എന്നാൽ അത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റും വേണം, വോയിസ് കമാൻഡും വേണം. അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള സേഫിനകത്താണ് സാധനം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് നിക്കിയും ജെയ്സണും കൂടെ ടാഞ്ചിയറിലെത്തുന്നത്. എത്താന്ന് മാത്രമല്ല, ഡാനിയലിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. എന്നാൽ CIA ഡാനിയലിനെ ഈസിയായിട്ട് ട്രാക്ക് ചെയ്യുന്നു. പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന 1 lakh ടാഞ്ചിയറിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, സ്വന്തം പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റൂം എടുത്തിട്ടുള്ളതും. ഈ ബാങ്കും ഈ റൂമും തൊട്ടടുത്താണ്. ഈ 2 സ്ഥലങ്ങളിലല്ലാണ്ട് അയാൾ ഒരിക്കലും പുറത്തു പോവില്ല. പിന്നെ ഈ 1 lakhന്റെ കാര്യം, ഓടാൻ തീരുമാനിച്ച അയാൾക്ക് പൈസയുടെ ആവശ്യമുണ്ടാവും. അതിനാണ് ഈ 1 lakh. എന്തായാലും റൂട്ട് മനസ്സിലാക്കിയ CIA ഡാനിയലിനെ കൊല്ലാൻ വേണ്ടി ഡാഷ് എന്ന് പറയുന്ന ഏജന്റിനെ നിയമിക്കുന്നു. ഇവിടെ നിക്കിയാണെങ്കിൽ അവളുടെ ലാപ്പ് യൂസ് ചെയ്ത് CIയുടെ അക്കൗണ്ടിലോട്ടാണ് കയറുന്നത്. അതുവഴി ഡാഷിനെയാണ് കൊല്ലാൻ ഏൽപ്പിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നു. അവളൊരു CIA ഓഫീസർ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ആക്സസ് ഉണ്ട്. അങ്ങനെ ഈ സമയത്താണ് ജെയ്സൺ ഒരു പ്ലാൻ പറയുന്നത്. ഡാഷിന് മെസ്സേജ് ചെയ്യുക, നമ്മൾ ടാഞ്ചിയറിലുണ്ട്, ഡാനിയലിനെ കൊല്ലാന്ന് മാത്രമല്ല ഞങ്ങളുടെ കയ്യിലെ ഫോണും കൂടെ നീ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനൊരു മെസ്സേജ് CIA ആണ് അയക്കുന്നതെങ്കിൽ അവൻ വരാതിരിക്കില്ല. സോ ഡാഷ് വരുന്നു, ഫോൺ വാങ്ങുന്നു, പോകുന്നു. ജെയ്സൺ അവനെ ഫോളോ ചെയ്യുന്നു, ഡാനിയലിനെ കണ്ടെത്തുന്നു, രക്ഷിക്കുന്നു. ഇതാണ് പ്ലാൻ. ഇവിടെ ഡാഷ് ആണെങ്കിൽ ബോംബാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഡാഷ് ഡാനിയലിനെ കൊല്ലാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ഇവർ മെസ്സേജ് അയക്കുന്നത്. സോ ഫോൺ വാങ്ങിക്കാനായിട്ട് നിക്കിയെ കാണാൻ പോകുന്നു. ഡാഷിൻ്റെ റൂട്ട് മാറിയതും നോഹക്ക് നല്ലവണ്ണം ഡൗട്ടുണ്ട്. ഇതേസമയം ഡാഷ് ഫോൺ വാങ്ങുന്നു, പോകുന്നു. ഒരു സ്കൂട്ടറിലാണ് പോകുന്നത്. അങ്ങനെ ബോൺ അവനെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് CIയുടെ സിസ്റ്റത്തിലോട്ട് നുഴഞ്ഞു കയറിയ നിക്കിയെക്കുറിച്ച് നോഹ അറിയുന്നത്. അപ്പം തന്നെ നിക്കീനെയും ജെയ്സനെയും ടാർഗറ്റാക്കി വെക്കാനാണ് പറയുന്നത്, അതും ഏജന്റ് ഡാഷിനോട്. ഇത് കണ്ടേക്ക് പാം ആണെങ്കിൽ ചൂടാവുന്നു. നിക്കി എന്ന് പറയുന്നത് CIA ആണ്. സ്വന്തം ടീമിനകത്തുള്ള ആളെ കൊല്ലുക എന്ന് പറയുമ്പോൾ ആരായാലും എതിർക്കും. പക്ഷെ എതിർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നോഹ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് ഡാഷിന് ബോൺ അവനെ ഫോളോ ചെയ്യുന്നതായിട്ട് മനസ്സിലാവുന്നത്. അങ്ങനെ ഡാഷ് വണ്ടി നിർത്തുന്നു, നടക്കാൻ ആരംഭിക്കുന്നു. ജെയ്സൺ ആണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു ബാഗ് അങ്ങ് ഉപേക്ഷിക്കുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് ഡാനിയൽ അങ്ങോട്ട് വരുന്നത്. ഡാനിയൽ വരുന്ന റൂട്ടിൽ ഒരു ബാഗ് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബോംബാകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ജെയ്സൺ ഡാനിയലിനെ അങ്ങ് നിർത്തിക്കുന്നു. അപ്പോഴാണ് ഡാഷ് വല്ലാത്തൊരു നോട്ടം നോക്കുന്നത്, അതും അവൻ്റെ സ്കൂട്ടറിൻ്റെ അടുത്തോട്ട്. ഡാഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൻ്റെ തൊട്ടടുത്താണ് ഡാനിയൽ കാറ് നിർത്തിയിട്ടുള്ളത്. ആൻഡ് അതിനകത്താണ് ബോംബുള്ളത്. ജെയ്സനെ കൊണ്ട് തന്നെ ഡാനിയലിന്റെ വിധി എഴുതിച്ചു. അതാണ് ഡാഷ്. അങ്ങനെ ഡാനിയലിന്റെ കാറ് എന്ന് വേണ്ട സകലതും ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുന്നു. ജെയ്സനാണ് ആ കാറിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നത്. സോ നാട്ടുകാരും പോലീസുകാരും സംശയിക്കുന്നത് ബോണിനെയാണ്. പിന്നെ ബോൺ ഒന്നും നോക്കിയില്ല, കയ്യിൽ കിട്ടിയ ബൈക്കും കൊണ്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. ബൈക്കും കൊണ്ട് ചാടിച്ചാണ് പോകുന്നത്. ഇവിടെയാണെങ്കിൽ പോലീസിന് വരാൻ പറ്റാത്ത കുറെ ഊട് വഴികളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ജെയ്സൺ ബോൺ. നിക്കിയാണേലോ വേഗം തന്നെ രക്ഷപ്പെടാൻ നോക്കുന്നു. എന്നാൽ അവളുടെ പിന്നാലെ തന്നെയുണ്ട് അസാസിൻ. അവൾ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നു. തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണും തകർത്തിട്ടാണ് പോകുന്നത്. ഇനി അതും ട്രാക്ക് ചെയ്തിട്ട് ആരും വരാൻ പാടില്ലല്ലോ. അങ്ങനെ നിക്കി വലിയൊരു ക്രൗഡിൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. ഡാഷാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, അവളുടെ പിന്നാലെ പോകുന്നു. ഇതേസമയം ബോൺ അത്രയും വലിയ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ പറപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ നിർത്താനായിട്ട് കുറെ പറയുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെ ജെയ്സൺ നിക്കിക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു. പക്ഷെ എവിടെ പോയിട്ട് അന്വേഷിക്കുമെന്ന് അറിയില്ല. അപ്പോഴാണ് ഡാഷിനെ കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഡാഷിനെയും ഫോളോ ചെയ്ത് ജെയ്സൺ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാർ വരുന്നത്. ജെയ്സനെ വിടാണ്ട് പിടിച്ചിരിക്കുകയാണ് അവര്. അവരെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു സ്പ്രേ ക്യാൻ കൊടുത്ത് ചെറിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല.
അങ്ങനെ ജെയ്സൺ വേഗം തന്നെ ഒരു ബിൽഡിങ്ങിന്റെ മേളിലോട്ടാണ് കയറുന്നത്. അവിടുന്ന് നോക്കിയാൽ ഈ ഒരു തെരുവ് മൊത്തത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു വിധത്തിൽ ഡാഷിനെ നിക്കിനെയും സ്പോട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. കാരണം പോലീസുകാരുണ്ട്. ഇവിടുത്തെ വീടുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അത്രയും അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് അവർ ഈ വീടുകളെല്ലാം നിർമ്മിക്കുകയുള്ളൂ. സോ ചാടി പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതേ സമയം നിക്കിയാണെങ്കിൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കാൻ എവിടെ പോയിട്ടാണ് ഒളിക്കാന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഒരു വീടിന്റെ ഡോറ് തുറന്നു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടേക്ക് നിക്കി അകത്തോട്ട് പോകുന്നു, ഒളിച്ചിരിക്കുന്നു. പക്ഷെ ഡാഷ് ആ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അവൻ എത്ര തപ്പിയിട്ടും നിക്കിയെ കണ്ടെത്താനാകുന്നില്ല. ഈ സമയത്താണ് നിക്കി ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ടങ്ങ് ചാടുന്നത്. ഇതാണെങ്കിൽ ദൂരെ ഇരുന്ന് ജെയ്സനും കാണുന്നു, ഡാഷും കാണുന്നു. പിന്നെ അവർ വെറുതെ ഇരിക്കോ, രണ്ടു പേരും കൂടെ പിന്നാലെ പോകുന്നു. ഓരോ വീടുകൾ വീതം ചാടിക്കൊണ്ടിരിക്കുകയാണ് ജെയ്സൺ. വീട്ടുകാരാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഡാഷ് ആണെങ്കിൽ നിക്കിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ജനാലയം പൊളിച്ച് ജെയ്സൺ അങ്ങ് അകത്ത് കയറുന്നത്. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. ജെയ്സനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും ശക്തമായിട്ടാണ് ഡാഷ് ഫൈറ്റ് ചെയ്യുന്നത്. അവനുമായിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ അടിച്ചടിച്ച് ബാത്റൂമിലെത്തുന്നു. ഡാഷ് വേഗം തന്നെ കത്തിയെടുക്കുന്നു. ഇത് കണ്ടേക്ക് ജെയ്സൺ ഒരു തോർത്തുകൊണ്ട് അവനെ എതിർക്കുന്നു. ഒരു വിധത്തിലാണ് അതേ തോർത്തുകൊണ്ട് ഡാഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നത്. എന്നിട്ട് അവന്റെ ഫോണിൽ നിന്ന് CIA ഒരു മെസ്സേജ് അയക്കുന്നു. ഡാഷ് കൊല്ലാൻ വന്ന നിക്കി ആൻഡ് ബോൺ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നോഹക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. അതുകൊണ്ട് ടാഞ്ചിയറിലെ പോലീസിനെ വിളിച്ച് ഡെത്ത് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. അത് മാത്രമല്ല പാമിന്റെ മേളിലൊരു കണ്ണ് വെക്കാൻ കൂടെ പറയുന്നുണ്ട് തന്റെ വിശ്വസ്തരോട്. അങ്ങനെ നോഹ ക്രൈമറിന് കോൾ ചെയ്യുന്നു. എന്നിട്ട് പറയാണ് ഇൻഫോർമേഷൻ അനുസരിച്ച് നിക്കീനും ജെയ്സനെയും ഡാഷ് കൊന്നു. ഇത് കേട്ടേക്ക് ക്രൈമർ ഒരു കാര്യം പറയുന്നു. എടോ, ഞാൻ എന്തിനാണ് ആ പാമിനെ അങ്ങോട്ട് അയച്ചതെന്നറിയാലോ. എങ്ങാനും ബ്ലാക്ക് ബ്രയറിനെ കുറിച്ച് പുറത്തറിഞ്ഞാൽ അത് നൈസായിട്ട് അവളുടെ തലയിലേക്ക് അങ്ങ് വെച്ച് കെട്ടിയേക്ക്. ചുരുക്കി പറഞ്ഞ കാര്യങ്ങളെങ്ങാനും കയ്യിന്ന് പോയാൽ പാമിന്റെ തലക്കിട്ട് മുങ്ങാന ഇവരുടെ പ്രധാന പ്ലാൻ. ഇതൊന്നും അറിയാത്ത പാം ജെയ്സന്റെ ഫയലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് അവൻ ആരാന്നും എന്താന്നും പാമിന് മനസ്സിലാവുന്നത്. അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കൊലപാതകങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ആൻഡ് ഒരു ഡോക്ടറുടെ പേര് ആ ഫയലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ആൽബർട്ട്. ജെയ്സൺ ബോണിന്റെ ദൃശ്യത്തിൽ വരുന്ന അതേ ഡോക്ടർ. ഇതേ സമയം ബോൺ ആകെ തകർന്നിരിക്കുകയാണ്. അവൻ ഓടുംതോറും ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കാൻ. ഡാഷ് അവനെ കൊല്ലാൻ വേണ്ടി വന്നതാണേലും ഇവനെപ്പോലെ തന്നെ ഒരു ഏജന്റായിട്ട് മാറിയിട്ടുള്ള ആളാണ് സാക്ഷാൽ ഡാഷ്. സോ ചെറിയൊരു കുറ്റബോധമുണ്ട്. അങ്ങനെ ജെയ്സൺ പറയാണ്, നിക്കി, ഞാൻ കാരണം എത്ര പേരാ മരിക്കുന്നതെന്നറിയോ? ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അവരുടെ മുഖങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവരുടെ പേരുകൾ എനിക്കറിയില്ല. ഇത് കേട്ടേക്ക് നിക്കി ആശ്വസിപ്പിക്കാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്. അവളുടെ നോട്ടവും ഭാവവും കണ്ടാലറിയാം അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. നിക്കി, താനിനി എൻ്റെ കൂടെ വരണ്ട, അതാ നല്ലത്. ഇത് കേട്ടേക്ക് നിക്കിയുടെ സകലമാന മൂടും പോകുന്നു. അങ്ങനെ നിക്കി അവളുടെ ലുക്കേ മാറ്റുന്നു. മുടിയുടെ കളറെല്ലാം കളഞ്ഞ് വെട്ടിയൊതുക്കി മെറിയുടെ അതേ ലുക്കാവുന്നു. അങ്ങനെ ജെയ്സൺ അവളെ സേഫായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നു. എന്നിട്ട് അവൻ നേരെ പോകുന്നത് മോർച്ചറിയിലേക്കാണ്, ഡാനിയലിൻ്റെ ശവം കാണാൻ. മോർച്ചറി ജീവനക്കാർക്ക് കുറച്ച് പൈസയും കൊടുത്ത് ഈസി ആയിട്ട് അകത്ത് കയറുന്നു. ഈ ഒരു സ്യൂട്ട് കേസ് മാത്രമാണ് ഡാനിയൽ മരിക്കുന്ന സമയത്ത് അവൻ്റെ കാറിലുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം കത്തിപ്പോയിട്ടുണ്ട്. ആകെക്കൂടെ ബാക്കിയുള്ള മറ്റേ ടോപ്പ് സീക്രട്ട് ഫയലിൻ്റെ ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിൽ നിന്ന് മനസ്സിലായി CIA ഫയലാണെന്ന്. അത് മാത്രമല്ല CIA ഡീപ് കവർ ആൻറ്റി ടെററിസം ബ്യൂറോ ന്യൂയോർക്കിലാണെന്ന് മനസ്സിലായി. അതിൻ്റെ മേളിൽ അഡ്രസ്സ് ഉണ്ട്. സോ നേരെ ന്യൂയോർക്കിലേക്ക്, അതും തൻ്റെ ഫേക്ക് പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഈ സമയത്താണ് ടാഞ്ചിയറിലെ പോലീസുകാർ നോഹയെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഡാഷാണ് മരിച്ചതെന്ന് മനസ്സിലായി. സോ അവൻ ആ ഗന്ധം വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാമിനെ കാണാൻ വേണ്ടി വില്ല് വരുന്നത്. ഗിൽബർട്ടോ എന്ന പേരുള്ള പാസ്പോർട്ടിലാണ് ജെയ്സൺ ന്യൂയോർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങോട്ട്. ഈ പാസ്പോർട്ട് ഓൾറെഡി ത്രെഡ് സ്റ്റോണിൽ രജിസ്റ്റേർഡ് ആണ്. സോ അത് ജെയ്സൺ ബോണാന്ന് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലായി. എന്നാൽ വില്ലോ പാമോ നോഹയെ അറിയിക്കുന്നില്ല. അപ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. ജെയ്സൺ ബോണിന് അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറില്ല. ഈ പാസ്പോർട്ട് യൂസ് ചെയ്താൽ എന്തായാലും പിടിക്കപ്പെടുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണം മാത്രം, പാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് പുള്ളിക്കാരൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് മനസ്സിലാക്കിയ പാം വേഗം തന്നെ എയർപോർട്ടിലോട്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് അനൗൺസ്മെൻറ്റ് നടത്താൻ പറയുന്നു. അതും ഗിൽബർട്ടോയുടെ ടാക്സി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ അതിനകത്ത് കയറുന്നു. CIA ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് റൂം എടുക്കുന്നു. അവിടുന്ന് എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ബോൺ. അപ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. ഡാനിയലിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ സെയിം ലോഗോ ഉള്ള ടോപ്പ് സീക്രട്ട് ഫയൽ നോഹയുടെ കയ്യിലുണ്ട്. അത് ആ സേഫിനകത്ത് വെച്ച് പൂട്ടുന്നു.
ഇവിടെ പാമാണെങ്കിൽ ആകെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ സിനിമയുടെ ക്ലൈമാക്സിൽ കണ്ട ആ ഫോൺ കോള്. ഹലോ പാം, താൻ ഇപ്പോഴും എനിക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടല്ലേ? തനിക്ക് എന്താ വേണ്ടത്? താങ്ക്സ്. സാമുവലിൻ്റെ മൊഴിയില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഒരിക്കലും തെളിയില്ലായിരുന്നു. ആൻഡ് നിന്റെ ലൈഫ് ഇതിൻ്റെ ഇടയിലോട്ട് പിടിച്ചിട്ടേന് ഐ എം സോറി. ഈ സോറി പറച്ചിൽ ഒഫീഷ്യലാണോ അതോ? അല്ല ബോൺ, തനിക്കറിയാലോ എവിടെ വെച്ചിട്ടാണോ നിന്നെ സ്പോട്ട് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, നിന്റെ ഫയലെല്ലാം ഞാൻ പരിശോധിച്ചു. ഡേവിഡ് വെബ് എന്നാണ് നിന്റെ യഥാർത്ഥ പേര്. നീ ജനിച്ചത് 4/15/71 നീ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതൊക്കെ പറയുമ്പോൾ ഏതൊക്കെയോ ബിൽഡിംഗാണ് പുള്ളിക്കാരൻ്റെ മൈൻഡിലോട്ട് വരുന്നത്. അതും 415 എന്ന് എഴുതി വെച്ച ബിൽഡിങ്. പാം, നീ ഭയങ്കര ടയേർഡാ, റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. പക്ഷെ ഇവർക്കറിയാത്തൊരു കാര്യമുണ്ട്. പാമിൻ്റെ എല്ലാ ഫോൺ കോളുകളും നോഹ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബോണിൻ്റെ അവസാന ഡയലോഗ് കേട്ടേക്ക് ഇവർക്കെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. ജെയ്സൺ ബോൺ ഇവിടെ ഈ ന്യൂയോർക്കിലുണ്ടെന്ന്. ഈ സമയത്താണ് പാം ഒരു തീരുമാനം എടുക്കുന്നത്. പാം പുറത്തു വന്ന ജെയ്സൺ ഉറപ്പായിട്ടും മീറ്റ് ചെയ്യും എന്ന വിശ്വാസത്തിലാണ് പുള്ളിക്കാരുത്തി. സോ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ പാം അറിയാതെ നോഹയുടെ ആളുകൾ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. അപ്പോഴാണ് ജെയ്സന്റെ ഒരു മെസ്സേജ് വരുന്നത്. ട്യൂഡർ സിറ്റിയിൽ വെച്ച് കാണാമെന്നും പറഞ്ഞിട്ട്. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ട്യൂഡർ സിറ്റിയിലോട്ട്. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോകുന്നു. ജെയ്സനെ പിടിക്കാനുള്ള അവസാന ചാൻസാണിത്. നോഹ അത് കളയാൻ പോകുന്നില്ല. പാമിന്റെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ട്യൂഡർ സിറ്റിയെക്കുറിച്ചുള്ള മെസ്സേജ് കാണുന്നു. പിന്നെ പറയണ്ടല്ലോ, നോഹയും ബാക്കിയുള്ള ഓഫീസർമാരും കൂടെ നേരെ ട്യൂഡർ സിറ്റിയിലോട്ട് പോകുന്നു. അങ്ങോട്ട് എത്തിയിട്ടുണ്ട് പാം. പക്ഷെ എത്ര കാത്തിരുന്നിട്ടും ജെയ്സൺ എത്തുന്നില്ല. കാരണം ഓഫീസിലുള്ള സകലമാന ആൾക്കാരെയും മാറ്റാനായിട്ട് ജെയ്സൺ കളിച്ചൊരു കളിയേ ഇത്. എല്ലാവരെയും പുറത്തേക്ക് എത്തിക്കുക, സേഫ് തുറക്കുക, സീക്രട്ട് ഫയൽ സ്വന്താക്കുക. അതിന് വോയിസിൻ്റെയും ഫിംഗർ പ്രിൻറ്റിൻ്റെയും ആവശ്യമുണ്ട്. അങ്ങനെ ജെയ്സൺ നോഹക്ക് കോൾ ചെയ്യുന്നു. താനിത് എവിടെയാണ്? ട്യൂഡർ സിറ്റിയിലാണോ? ഓ, നീയപ്പോൾ വരാൻ പോകുന്നില്ല അല്ലേ? ഇല്ലല്ലോ. ശരി, ഓക്കെ, നീ ഒരു സ്ഥലം പറ, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. എന്താ ചെയ്യാ, ഞാനിപ്പോൾ നിന്റെ ഓഫീസിലുണ്ടെന്നേ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചായയും കുടിച്ച് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് ചില്ലാക്കായിരുന്നു എന്നും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ റിയലൈസ് ചെയ്യുന്നത്. പിന്നെ പറയണ്ടല്ലോ, തിരിച്ച് ഓഫീസിലേക്ക് പോകുന്നു. ഇപ്പോൾ വിളിച്ച ഫോൺ റെക്കോർഡിംഗ്, ആ റൂമിൽ നിന്ന് കിട്ടുന്ന ഫിംഗർ പ്രിന്റ്, ഇത് രണ്ടും വെച്ച് സേഫ് തുറക്കുന്നു, ഫയലുകൾ സ്വന്താക്കുന്നു. ബ്ലാക്ക് ബ്രയറിനെ കുറിച്ചും ത്രെഡ് സ്റ്റോണിനെ കുറിച്ചും ഇവരുടെ ഏജന്റുമാരെക്കുറിച്ചും ജെയ്സനെ കുറിച്ചും എന്ന് വേണ്ട സകലതും അതിനകത്തുണ്ട്. അങ്ങനെ നോഹ എത്രയും പെട്ടെന്ന് എല്ലാ ഏജന്റുമാരെയും വിളിച്ചു വരുത്തുന്നു ജെയ്സനെ കൊല്ലാനായിട്ട്. ഇതേ സമയം പാമിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വില്ല് വരുന്നു. അപ്പോഴാണ് പാം ഒരു കാര്യം പറയുന്നത്. 415 71st സ്ട്രീറ്റ് എന്ന് പറയുന്ന അഡ്രസ്സാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ടേക്ക് വില്ലാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ഏജന്റുമാര് ജെയ്സനെ സ്പോട്ട് ചെയ്യുന്നു. ഇത് കണ്ടേക്ക് ഓടാൻ ആരംഭിക്കുന്നു. അതും വലിയൊരു പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത്. എന്നാൽ ഏജന്റുമാര് കാറും കൊണ്ടാണ് വരുന്നത്. പിന്നെ ജെയ്സൺ ഒന്നും നോക്കിയില്ല, പാർക്കിങ്ങിനകത്തുള്ള ഒരു കാർ എടുക്കുന്നു, റിവേഴ്സ് പോകുന്നു. ഇവരാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാക്ക് അടിച്ച് താഴത്തെ ഫ്ലോറിലോട്ടാണ് പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് പരിക്കുകളൊന്നുമില്ല. അങ്ങനെ ജെയ്സൺ പിന്നെയും ഓടാൻ ആരംഭിച്ചു. അപ്പോഴാണ് പോലീസുകാർ വരുന്നത്. എന്നാൽ യാതൊരു കാര്യമില്ല. അവരുടെ കാർ അങ്ങ് ഹൈജാക്ക് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. ഈ സമയത്താണ് നോഹയുടെ ഓഫീസ് കാണിക്കുന്നത്. ജെയ്സനെ ട്രാക്ക് ചെയ്യാനായിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ജെയ്സന്റെ ഫയലിൽ ഇവരൊരു കാര്യം കണ്ടെത്തുന്നത്. പാം ജെയ്സനോട് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് 4/15/71 എന്നാണ്. എന്നാൽ ജെയ്സന്റെ ഫയൽ പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വേറെയാണ്. ഇത് കേട്ടേക്ക് നോഹ പാം പറഞ്ഞ അതേ വാക്കുകളാണ് പറയുന്നത്. 415 71st സ്ട്രീറ്റ്. ചുരുക്കി പറഞ്ഞ ജെയ്സന് പറഞ്ഞു കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഒരു അഡ്രസ്സാണ്. 415 ബിൽഡിംഗ് 71 സ്ട്രീറ്റ്. ഇതേ 415 ബിൽഡിംഗ് ആണ് ജെയ്സന്റെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ ബിൽഡിംഗ്. ആൻഡ് ആ ബിൽഡിംഗ് ആണ് അവനെ അസാസിനാക്കി മാറ്റിയ ട്രെയിനിങ് ഫെസിലിറ്റി. ഇവിടെ ജെയ്സൺ ആണെങ്കിൽ പോലീസ് വണ്ടിയും കൊണ്ട് ഗംഭീര ചേസാണ്. റോസിനെ കൊന്ന ഏജന്റ് അങ്ങേരുടെ പിന്നാലെ വരുന്നു. കൊല്ലാനായിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ ഏജന്റും ജെയ്സണും കൂടെ വലിയൊരു ആക്സിഡന്റിൽ ഏർപ്പെടുന്നു. എന്തോ ഭാഗ്യത്തിന് ജെയ്സന് വലിയ പരിക്കുകളൊന്നുമില്ല. എന്നാൽ ഏജന്റിന് ഒട്ടും വയ്യ. അവനെ കൊല്ലാൻ പറ്റിയ അവസരമാണ്. പക്ഷെ ബോൺ അത് വേണ്ടാന്ന് വെക്കുന്നു. ബോണിനെ പോലെ തന്നെ അയാളും ഒരു ഏജന്റാണ്. താൻ ആരാന്ന് സ്വയം ധാരണയില്ലാത്ത ആള് കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു മാരക വെപ്പൺ. അതാണ് ഈ ഏജന്റുമാര്. ഇവര് മരിച്ച ആർക്കും ഒരു പുല്ലുമില്ല. സോ ജെയ്സൺ അവനെ കൊല്ലുന്നില്ല. ഇത് കണ്ടേക്ക് ഇയാളാണെങ്കിൽ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണ് നോഹ ഡോക്ടറെ വിളിക്കുന്നത്. ആൽബർട്ട്, ആ ജെയ്സന് നിന്റെ ലൊക്കേഷൻ അറിയാം. ഓ,
വർഷങ്ങൾക്ക് ശേഷം അവൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണല്ലേ. വരട്ടെ, അവനെ പിടിച്ചു നിർത്തുന്ന കാര്യം ഞാനേറ്റു. അപ്പോഴേക്കും ബാക്കപ്പും കൊണ്ട് നീ വന്നാ മതി. അങ്ങനെ ജെയ്സൺ 415 ബിൽഡിങ്ങിലെത്തി. അവിടെയുണ്ട് അവനെയും കാത്തിരിക്കുന്ന പാം. എല്ലാവരും എന്നെ കൊല്ലാൻ നോക്കുമ്പോൾ നിങ്ങൾ മാത്രം എന്തിനാ എന്നെ രക്ഷിക്കാൻ നോക്കുന്നത്? ഞാൻ അവരെ പോലെയല്ല. ആളുകളെയും രാജ്യത്തെയും സ്നേഹിക്കാനാ ഞാൻ പഠിച്ച്. എൻ്റെ ജോലിയുടെ ധർമ്മവും അതാണ്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ടോപ്പ് സീക്രട്ട് ഫയലുകൾ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് എത്രയും വേഗം എക്സ്പോസ് ചെയ്യാനാ പറയുന്നത്. അങ്ങനെ ജെയ്സൺ അകത്തോട്ട് പോകുന്നു, എല്ലാം തീർക്കാനായിട്ട്. ഇവിടുന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം, ഒടുക്കവും ഇവിടുന്നാവട്ടെ. അങ്ങനെ പാം ആ ഫയലുകൾ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് ഫാക്സ് ചെയ്തു കൊടുക്കുന്നു. അപ്പോഴാണ് നോഹ അങ്ങോട്ട് വരുന്നത്. ഇതേ സമയം റോസിനെ കൊന്ന ഏജന്റ് പിന്നെയും വരുന്നു. അങ്ങനെ ജെയ്സൺ ഡോക്ടർ ആൽബർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ പല കാര്യങ്ങളും തൻ്റെ മൈൻഡിലോട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ജെയ്സൺ ചോദിക്കുകയാണ്, എടോ താൻ എന്തിനാ എന്നെ തന്നെ തിരഞ്ഞെടുത്ത്? നിന്നെ ആരും തിരഞ്ഞെടുത്തതല്ല എന്നും പറഞ്ഞ് കഥകൾ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ആർമി ക്യാപ്റ്റനായിരുന്നു ഡേവിഡ് വെബ്. CIA ഉണ്ടാക്കാൻ പോകുന്ന പുതിയൊരു പ്രോഗ്രാമിനെക്കുറിച്ച് ഡേവിഡ് അറിയുന്നു. അമേരിക്കൻസിന്റെ ലൈഫ് രക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പ്രോഗ്രാം. അതിന്റെ പേരാണ് ത്രെഡ് സ്റ്റോൺ. ആളുകളെ സംരക്ഷിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം കൊണ്ട് അവൻ സ്വയം വോളണ്ടിയർ ചെയ്യുന്നു. പക്ഷെ പ്രോഗ്രാമിനകത്ത് പങ്കെടുത്താൽ തന്റെ ഐഡന്റിറ്റി അതോടുകൂടി ഇല്ലാണ്ടാവും. താൻ ആരാന്നും എന്താന്നും അറിയാണ്ടാവും. പിന്നീട് CIA കൊടുക്കുന്ന ഐഡന്റിറ്റിയാണ് അവരുടെ മുന്നോട്ടുള്ള ലൈഫ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഡേവിഡ് വെബ് ഓക്കെ പറയുന്നു. അങ്ങനെ ഡേവിഡ് എന്ന ഐഡന്റിറ്റി മാറാനായിട്ട്, മറക്കാനായിട്ട് അവനെ ടോർച്ചർ ചെയ്യാൻ ആരംഭിക്കുന്നു. ഉറക്കുന്നില്ല, വെള്ളത്തിൽ മുക്കി ടോർച്ചർ ചെയ്യുക, അങ്ങനെ പല എക്സ്പെരിമെന്റും നടത്തി ഡേവിഡ് വെബിനെ ജെയ്സൺ ബോണാക്കി മാറ്റുന്നു. ഇതേ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ വെച്ച് ഒരു പാവത്തിനെ കൊന്നിട്ടടക്കം ട്രെയിനിങ് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഡേവിഡിന്റെ സ്വന്തം തീരുമാനപ്രകാരം അവൻ ജെയ്സൺ ബോണായിട്ട് മാറിയിട്ടുള്ളത്. നിനക്കിപ്പോ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടല്ലേ? അമേരിക്കൻസിന്റെ ലൈഫ് രക്ഷിക്കാന്ന് പറഞ്ഞിട്ടാ താനൊക്കെ കൂടെ എന്നെപ്പോലെയുള്ള ഏജൻസിനെ യൂസ് ചെയ്ത്, അതും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഗണ്ണ് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അല്ല ജെയ്സൺ, നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? അല്ല, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ആളുകൾ വേറെ വരും. പിന്നെ മറ്റൊരു കാര്യം, ഇനി അങ്ങോട്ട് ജെയ്സൺ ബോണല്ല ഡേവിഡാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോഹയുടെ ആളുകൾ അങ്ങോട്ട് വരുന്നത്. പടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജെയ്സൺ വേഗം തന്നെ റൂഫ് ടോപ്പിലേക്കാണ് പോകുന്നത്. എന്നാൽ അങ്ങോട്ടതാ റോസിനെ കൊന്ന ഏജന്റ് വരുന്നു. പക്ഷേ അവൻ ഷൂട്ട് ചെയ്യുന്നില്ല. എടോ, തനിക്കെന്നെ കൊല്ലാൻ ചാൻസ് കിട്ടിയിട്ടും എന്തിനാ വെറുതെ വിട്ട്? നിനക്ക് എന്നെ എന്തിനാ കൊല്ലുന്നതെന്നറിയോ? നിന്നെപ്പോലായിരുന്നു ഞാൻ. നമ്മൾ രണ്ടല്ല, ഒരാളാണ്. ഒരു കോഡ് നെയിമും തന്ന് കൊല്ലാനും ചാവാനും വേണ്ടി റെഡിയാക്കി ഇട്ടിരിക്കുന്ന വെറും വെപ്പൺസ്, അത്രയുള്ളൂ. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ആകെ പതറി നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോഴാണ് നോഹയും അവൻ്റെ ആളുകളും അങ്ങോട്ട് വരുന്നത്. ഏജന്റ് ആണെങ്കിൽ ഒരു തീരുമാനമെടുത്തു, കൊല്ലണ്ടാന്ന്. സോ ജെയ്സൺ ആ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് അങ്ങ് ചാടുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് നോഹ ഷൂട്ട് ചെയ്യുന്നത്. അവൻ നേരെ വെള്ളത്തിലോട്ട് പോകുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം പേമ ഫയലുകളെല്ലാം എക്സ്പോസ് ചെയ്തു. ക്രൈമർ അടക്കമുള്ള വമ്പൻ സ്രാവുകൾ അറസ്റ്റിലാവുന്നു. നോഹ, ആൽബർട്ട്, അങ്ങനെ സകലരും. ഇതെല്ലാം മറ്റൊരു സ്ഥലത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിക്കി. വാർത്തയിൽ പറയുന്നതനുസരിച്ച് ഗൺഷോട്ടും കൊണ്ടാണ് ജെയ്സൺ ബോൺ വെള്ളത്തിലോട്ട് വീണിട്ടുള്ളത്. എന്നാൽ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കേട്ടേക്ക് നിക്കിക്ക് മനസ്സിലായി ബോൺ ജീവനോടെ ഉണ്ടെന്ന്. ആ ഒരു സമയത്ത് അവളുടെ മുഖത്ത് വരുന്ന ഒരു ചിരിയുണ്ട്. അറിയാലോ, ഇത് ജെയ്സൺ ബോണാണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇതിന്റെ 3ാം ഭാഗം അവസാനിക്കുന്നത്. ഇനി 4th പാർട്ടാണ് അവസാന ഭാഗം. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ അവസാന ഭാഗത്തിന് മുമ്പായിട്ട് ഒരു സ്പിൻ ഓഫ് ഉണ്ട്, ബോൺ ലെഗസി എന്ന് പറഞ്ഞിട്ട്. അതിൽ പറയുന്ന പുള്ളിക്കാരന്റെ കഥയല്ല, വേറൊരു ഏജന്റിന്റെ കഥയാണ്. പക്ഷെ ഈ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.